കൊടുവള്ളി മാനിപ്പുറം ചെറുപുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 10 വയസ്സുകാരിക്കുള്ള തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടായിരുന്നു മാതാവിനൊപ്പം കുളിക്കാനിറങ്ങിയ 2 കുട്ടികൾ ഒഴുക്കിൽപ്പെട്ടത്. 12 വയസ്സുള്ള മകനെ നാട്ടുകാർ രക്ഷപ്പെടുത്തിയെങ്കിലും മകൾ തൻഹ ഷെറിനെ രക്ഷപ്പെടുത്താനായില്ല. ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങളുമായി ലതീഷ് ചേരുന്നു. ലതീഷ്, എന്തൊക്കെയാണ് ഇപ്പോൾ തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്? എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ശരണ്യ, രാവിലെ 6 മണിയോടുകൂടി തന്നെ തെരച്ചിൽ പുനരാരംഭിച്ചു. ഇന്നലെ 4:30 മാതാവിനൊപ്പം കുളിക്കടവിലെത്തിയ പുഴയിൽ കുളിക്കാനെത്തിയ 10 വയസ്സുകാരിയും 12 വയസ്സുകാരനായ മകനും ഒഴുക്കിൽപ്പെടുന്നത്. 12 വയസ്സുകാരനെ നാട്ടുകാരും പിതൃ സഹോദരനും ചേർന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. എന്നാൽ 10 വയസ്സുകാരി തൻഹയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഫയർഫോഴ്സിന്റെ സ്കൂബ ടീം ഇന്നലെ വൈകിട്ട് തന്നെ പരിശോധനയ്ക്ക് എത്തിയിരുന്നു. രാത്രി 8:30 വരെ ലൈറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രാത്രിയിലും തെരച്ചിൽ നടത്തുന്ന സാഹചര്യം ഉണ്ടായി. 8:30 തെരച്ചിൽ അവസാനിച്ചത്. ഇന്ന് രാവിലെ 6 മണിയോടുകൂടി വീണ്ടും തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമുണ്ട്, അതേപോലെ തന്നെ സന്നദ്ധ സംഘടനകളുടെ ആളുകളുണ്ട്, അതേപോലെ നാട്ടുകാരുണ്ട്. ഇവരുടെ എല്ലാം നേതൃത്വത്തിലാണ് ഇന്ന് രാവിലെ മുതൽ തെരച്ചിൽ നടക്കുന്നത്. പുഴയിൽ ഒഴുക്ക് അല്പം കുറഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇന്ന് രാവിലെ മുതൽ പരിശോധന സ്കൂബ ടീമിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ശരണ്യ.